പഞ്ച് ബ്രേക്കില് ഇന്ന് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എല്ലില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 പൊട്ടറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് നമുക്ക് ഒരു 3 വിസിൽ ഒന്ന് പ്രഷർ കുക്കറിൽ ആക്കിയിട്ട് തീ കുറച്ചിടാം. തീ അങ്ങ് നിർത്തിയിടാം. അതിനുശേഷം ആറിയതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം മിക്സിയിൽ. ഓക്കെ. വഴറ്റാനുള്ള സാധനങ്ങൾ: ഒരു 3 സവോള കൊത്തി അരിഞ്ഞത്, എരിവ് വേണ്ടിയതനുസരിച്ച്, വലിയ എരിവ് വേണ്ടാത്തതുകൊണ്ട് ചെറിയ പച്ചമുളക് 5 എടുത്തേക്കുന്നത്, പിന്നെ ഒരു 10-12 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി കരിയാപ്പില. ഇത് ഞാനൊന്ന് അരച്ചെടുക്കുവേ. ഇനി ചിക്കൻ വെന്ത് പൊടിച്ചെടുത്തത്, പൊട്ടറ്റോ വെന്ത് പൊടിച്ചെടുത്തത്. ഇനി ഇതിനെ നമുക്കൊന്ന് വഴറ്റാം. അപ്പം നമ്മളൊരു പാന് അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് വഴലാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, കരിയാപ്പല, ഒരു 2 ഏലക്കയും ഒരു ഞുള്ളു പട്ടയും കൂടെ ഞാൻ ചേർത്തേ. അരച്ചപ്പം ഇച്ചിരൂടെ നല്ല മണം കിട്ടാൻ വേണ്ടി, നല്ല മണം. അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത്, അതിൻ്റെ അകത്ത് ഞാനെന്താ പച്ചമുളകും കൂടെ മട്ട അരിഞ്ഞിട്ടിട്ടുണ്ട്, അതോടെ ചേർത്തു. വഴലുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കാമേ. നമ്മൾ ചിക്കൻ വേകാൻ നേരത്ത് ഇച്ചിരി ഉപ്പ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടേ, അപ്പൊ അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ള ഞാനേ. ഇനി നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. ഉള്ളി വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇച്ചിരി ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മഞ്ഞള്, ഇറച്ചിക്കൂട്ട് ഒരു 1.5 ടീസ്പൂൺ ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ഇറച്ചി പൊട്ടറ്റോയും ഇട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് തീ നിർത്താം. പിന്നെ അത് ആറിയതിന് ശേഷം വേണം നമുക്ക് ഷേപ്പ് പിടിക്കാനായിട്ട്. ഇനി ഇതിന്റെ നടുവിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാമേ, ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു 2 മുട്ട അടിക്കുകയാണേ. അപ്പം അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കുരുമുളകും ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രബ്സ് അല്ലെങ്കിൽ റസ്ക് പൊടി പൊടിച്ചെടുത്താലും മതി. ഇതിങ്ങനെ അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതും എടുത്തു വെച്ചു. നമ്മൾ എല്ലാ മിക്സും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് കൈകൊണ്ട് സ്മാഷ് ചെയ്യാം. അപ്പോൾ ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഷേപ്പ് പിടിച്ച് മുട്ട മുക്കി ബ്രെഡ് മുക്കി നീറ്റാക്കിയ കട്ട്ലേറ്റുകൾ വറുത്തെടുക്കാം. ഒരു സൈഡ് ചുമന്ന് ഞാൻ തിരിച്ചിട്ടേ. ഇതാണ് പരുവം. ചുവപ്പാകുമ്പോഴത്തേന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡും ആയൊന്ന് നോക്കാം. ഇപ്പം എല്ലാം കട്ട്ലേറ്റ് വാങ്ങാൻ പരുവായിട്ടുണ്ട്. നമുക്കതിനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടാൽ ആ എണ്ണ അങ്ങ് കൂടുതലുള്ള എണ്ണ അങ്ങ് കുടിച്ചത്. അപ്പം നല്ല രുചിയേറിയ ചിക്കൻ കട്ട്ലേറ്റ് റെഡി. ഇത് വലിയ മുളക് പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ.